ഹലോ ഫ്രണ്ട്സ്, എന്തെല്ലാം സുഖമാണോ? സോ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ വെറും കൈയോടെ വന്നിരിക്കുകയാണ്. സോ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പ്രൊഡക്ഷൻ ഒന്നും കിട്ടിയില്ല. അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. ഒരു ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് പറ്റിച്ച്. അതെ ഗായ്സ്, നിങ്ങൾക്ക് വേണ്ടി ഒരു സാധനമുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് നമുക്കൊരു സാധനം കിട്ടിയിരിക്കുകയാണ്. സാധനം കിട്ടിയത് വെറുതെ അല്ല, മേടിച്ചിട്ട് തന്നെയാണ്. സോ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഫ്ലിപ്കാർട്ടിൽ നിന്നും ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമെന്ന്. അതാണ് ഈ സാധനം. കാനണിൻ്റെ M50 എന്ന് പറയുന്ന ക്യാമറയാണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അൺബോക്സ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. പക്ഷേ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് രാത്രിയാണ്. രാത്രിയായതുകൊണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കയറി വരുന്നുണ്ട്. അതായത് ചീവീട്, കണ്ടമാനം ചീവീട് ഇന്ന് ചലലാന്ന് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ അപ്പം അതൊന്ന് ക്ഷമിച്ചേക്ക്. ഞാൻ കുറച്ച് ഒച്ചത്തിൽ പറയാം, അപ്പോൾ നിങ്ങൾക്ക് അത് കട്ടായി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിനകത്ത് വേറൊരു കേസും കൂടെ ഉണ്ടാവും, നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ചിട്ടില്ല. നമുക്ക് മുകളിൽ ഓവർ ഹെഡ് ക്യാമറ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല, പാവങ്ങളല്ലേ. അതൊക്കെ നമ്മൾ സെറ്റാക്കുന്നുണ്ട്, ഇനി കണ്ടോ. അപ്പോൾ ഗായ്സ്, ഇത്രയും വലിയ പെട്ടിക്കകത്ത് ഇത്രയും കുഞ്ഞൊരു ക്യാമറ. സോ നമുക്ക് ഈ പെട്ടി ടീം ആൻഡ് ഇത് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇത് മണ്ടയ്ക്കുള്ളത് ക്യാമറേൻ്റെ ഒരു ബാഗുണ്ട്, പിന്നെ അടിയിലുള്ളതാണ് നമ്മുടെ സ്വന്തം ക്യാമറ. അപ്പം ഞാനിത് എവിടെ നിന്നാണ് പൊട്ടിക്ക് ഈശ്വര. ഈ ക്യാമറേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് അതായത് ഒരുപാട് ദിവസങ്ങളിൽ ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിച്ചു, കണ്ടു, ഇഷ്ടപ്പെട്ടു. നമ്മുടെ അൺബോക്സിങ് ഡ്യൂഡ് ഇതേ ക്യാമറ വാങ്ങിയിട്ടുണ്ട്. ഞാൻ അൺബോക്സിങ് ഡ്യൂഡിൻ്റെ അയലോക്കത്ത് പോലും എത്തൂല, എന്നാലും പുറത്തൊക്കെ പോകുന്നല്ലേ. ഇതാണ് ബാഗ്. ഇത് നമ്മുടെ EOS എന്ന് പറയുന്നത് കാനോണിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. EOS M50 എന്നാണ് ഈ ക്യാമറേൻ്റെ പേര്. സോ ഇതാണ് ഈ ബാഗിൻ്റെ മെക്കാനിസം. ഇതൊരു ഹാങ്ങിങ് ബാഗാണെന്ന് തോന്നുന്നു, പക്ഷേ ബാക്ക് പാക്ക് മതിയായിരുന്നു. എനിവേയ്സ്, നമുക്കൊരു ബാക്ക് പാക്ക് വാങ്ങാം ലേറ്റർ ഓൺ. സോ ഇത് മാറ്റി വെക്കാണ്. സോ ഇതാണ് ഗൈസ് നമ്മുടെ Canon M50 വിത്ത് 18-55mm ലെൻസ്. സോ ഇത് നമുക്ക് ഇനി ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അത് നല്ല സീൽഡ് കേസാണ്. നിങ്ങൾ എപ്പോൾ ക്യാമറ മേടിച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ മേടിക്കുന്ന ബോക്സ് സീൽഡ് ആണോ എന്ന് നോക്കുക. എങ്കിൽ മാത്രമേ അതൊരു പുതിയ പ്രൊഡക്റ്റ് ആയിരിക്കുള്ളൂ. അതായത് ഇപ്പോൾ പൊട്ടിച്ചതാണെങ്കിൽ ഓൾറെഡി അതിൽ എടുത്ത് ഉപയോഗിച്ചതോ, അല്ലെങ്കിൽ അതിൻ്റെ നിന്ന് ലെൻസ് എടുത്ത് മാറ്റി വേറെ ലെൻസ് വെച്ചതോ, അങ്ങനെ എന്തും ആവാം. അപ്പം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ ഓൺലൈനാണ് വാങ്ങിയത്, അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രത്യേകം ശ്രദ്ധിക്കണം ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ ബോക്സിൽ പൊട്ടിക്കുന്നതിന് മുന്നേ ജസ്റ്റ് കാര്യങ്ങൾ വെച്ചാൽ, ഇവിടെ 2 years വാറണ്ടി എന്ന് പറയുന്നൊരു പറയുന്നുണ്ട്, 1+1 year വാറണ്ടി. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും വേണ്ട നമുക്ക്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് എവിടെയാണ്? പ്രൈസിങ് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ഉണ്ട്. പ്രൈസിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 61,995 rupees-നാണ് MRP ഉള്ളത്. പക്ഷേ ഞാൻ ഈ ക്യാമറ വാങ്ങിയത് 49,000 rupees-നാണ്. നിങ്ങൾക്ക് അതിലും ചീപ്പറായിട്ടുള്ള പ്രൈസിന് ഇപ്പോൾ കിട്ടും. കാരണം 10% GST ഇപ്പം ക്യാമറയിൽ കുറഞ്ഞു തന്നെ. കഴിഞ്ഞ ഒരു കടയിൽ വിളിച്ചിരുന്നു, ഇവിടെ കണ്ണൂർ അടുത്തുള്ള വീഡിയോ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ 48,500 rupees-ആണ്. ഞാൻ വാങ്ങിയത് 49,990 rupees-ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നഷ്ടമാണെന്ന് തോന്നി. എനിവേയ്സ്, കിട്ടിയപ്പോൾ ഒരു ആകാംക്ഷ പെട്ടെന്ന് മേടിച്ചേക്കാന്ന് വെച്ച്. പിന്നെ അമ്മ കുറച്ച് പൈസ ഒന്ന് സഹായിച്ചു, അതുകൊണ്ട് നമ്മൾ വാങ്ങി അങ്ങോട്ട്. പിന്നെ ഞാൻ വേറെ കാര്യം കൂടെ, 200 കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ വാങ്ങിയിരുന്നു. ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഏതെടുക്കണമെന്ന് കുറച്ച് ഡൗട്ടായിരുന്നു. അവസാനം ഇതങ്ങ് എടുത്തു. അപ്പം ഇത് അങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ നോക്കാം,
എടുക്കും തന്നെ യൂസർ മാനുവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് അത് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, അത് മാറ്റി വെക്കുന്നു. ആൻഡ് ഇൻസൈഡിൽ Canonൻ്റെ 1+1 ഇയർ, അതായത് 2 years വാറണ്ടി കാർഡുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്, അത് മാറ്റിവെക്കാം. ആൻഡ് ഇതിനകത്ത് ഒരു കോംപ്ലിമെൻ്ററി വർക്ക്ഷോപ്പ് Canon ഫ്ലിപ്കാർട്ടിൽ നമ്മൾ സാധനം മേടിക്കുമ്പോഴത്തേക്കും ഇതിനോട് ഫ്രീ കൊടുക്കുന്നുണ്ട്. അതായത് എങ്ങനെ ക്യാമറ ഉപയോഗിക്കാം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ളൊരു വർക്ക്ഷോപ്പാണ്, അതും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു അഡ്വാൻറ്റേജാണ് ഈ ക്രിയേറ്റേഴ്സിനൊക്കെ. അപ്പോൾ ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ, ഞാനിപ്പോൾ എന്തായാലും പോകുന്നില്ല, അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ അത് വളരെ നല്ലതാണ്. സോ അത് മാറ്റി വെക്കാം. ഇനി നമുക്ക് രണ്ടാമത് കിട്ടുന്നത് ഇതാ ഒരു സ്ട്രാപ്പാണ്, അതായത് നമ്മുടെ ഹാങ് ചെയ്യുന്ന ഒരു സ്ട്രാപ്പാണ് ക്യാമറ. സോ അത് ആയുധം കിട്ടിയത്. ഇനി നമുക്ക് കിട്ടുന്നത് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കേബിളാണ്, ചാർജിങ് കേബിളാണ് അഡാപ്റ്ററിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് അഡാപ്റ്റർ ഇറ്റ് സെൽഫ്, നമ്മൾ ബാറ്ററി ഇതിൻ്റെ അകത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഇതാണ് ഗൈസ് ഒരു കുഞ്ഞി സാധനം വന്നു. ഇതാ നമ്മുടെ സാൻഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് ഇതിനോട് കിട്ടുന്നുണ്ട്. 16 GB ആണ്, 48 MB/s റീഡിങ് കപ്പാസിറ്റി ഉള്ളൊരു മെമ്മറി കാർഡാണിത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ഇത് എല്ലാത്തിനോടും കിട്ടുന്നതാണ്. പക്ഷേ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് 4K ഷൂട്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു മെമ്മറി കാർഡിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് 4K ഷൂട്ട് ചെയ്യാൻ കഴിയില്ല. 4K ഷൂട്ട് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ഒരു മെമ്മറി കാർഡ് വാങ്ങുക തന്നെ ചെയ്യണം. അത് എന്താണെന്ന് ഞാൻ ലിങ്ക്സിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്യുക ലിങ്ക്. ഇനി അടുത്തതാണ് നമ്മുടെ സ്വന്തം ക്യാമറ തുറക്കുന്നതിന് മുന്നേ നമുക്ക് ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇതാണ് ഗായ്സ് നമ്മുടെ ബാറ്ററി. എൻ്റെ മെമ്മറി ശരിയാണെങ്കിൽ 850 mAh ആണ്, അതായത് 850 mAh ബാറ്ററിയാണിത്. സോ ഇത് വളരെ ഒരു നൈസായിട്ടുള്ള ബാറ്ററിയാണ്. പക്ഷേ Canon 200Dൻ്റെ അത്രയും ബാറ്ററി ബാക്കപ്പ് ഇല്ലെങ്കിൽ പോലും സാമാന്യം ബാറ്ററി ബാക്കപ്പ് നൽകുന്ന ഒരു ക്യാമറയാണ് ഇത്. ഓഫ്കോഴ്സ് മിറർലെസ് ക്യാമറയാണ്, സോ വ്യൂ ഫൈൻഡർ ഡിജിറ്റൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു കുറച്ച് ഇത് കുറവാണ്, ബാറ്ററി ബാക്കപ്പ് കുറവാണ്. എന്നാലും നമുക്കൊരു 450 460, അതായത് അത്ര ഷോട്ട്സ് വരെ നമുക്ക് ഇതിൻ്റെ ബാറ്ററി കിട്ടും. ആൻഡ് അറൗണ്ട് 2 hours ഒക്കെ വീഡിയോ ഷൂട്ടിംഗ് കിട്ടുമെന്ന് തോന്നുന്നു, 85 minutes ഒക്കെ. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. നമ്മളിത് കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ പറയുന്നതാണ്, ഇത് അൺബോക്സിങ് മാത്രമാണ്. ആൻഡ് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്യാമറ പോലെ തന്നെ പ്രധാനപ്പെട്ടാണ്. കഴിഞ്ഞു, ബോക്സിനകത്ത് ഇനി ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ബോക്സ് മാറ്റി വെച്ചേക്കാം. സോ ക്യാമറ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലെൻസ്. സോ ലെൻസാണിത്. ഇത് 15 to 45 mm ലെൻസാണ്. നമ്മുടെ സാധാരണ ക്യാമറ, അതായത് സാധാരണ നമ്മുടെ കിറ്റ് ലെൻസായിട്ട് വരുന്നത് മിറർലെസ്സിലല്ല, നമ്മുടെ സാധാരണ DSLR ക്യാമറസിൽ വരുന്നത് 18 to 55 mm ലെൻസാണ്. ഇത് 15 to 45 mm STM ലെൻസാണ്, STM മോട്ടറുള്ള ലെൻസാണ്, അതായത് സ്റ്റെബിലൈസേഷനുള്ള ലെൻസാണ്. ഇത് വളരെ കുഞ്ഞൊരു ലെൻസാണ്, കണ്ടോ, വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ലെൻസാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് പിടിക്കുമ്പോൾ തന്നെ. സോ ലെൻസ് മാത്രം പറഞ്ഞപ്പോൾ നമ്മുടെ ക്യാമറയും കൂടി എടുക്കാം. ഇതാണ് നമ്മുടെ ക്യാമറ. മച്ചാൻ അവിടെ നോക്കുന്നുണ്ട്, ക്യാമറ മച്ചാന് കൊടുക്കാനുള്ള ക്യാമറയാണിത്. ഇതാണ് ഗായ്സ് നമ്മുടെ, ഇനി മുതൽ നമ്മൾ ഇത് വെച്ചാണ് പൊളിച്ചെടുക്കാൻ പോകുന്നത്. പൊളിച്ചടിക്കുക മതിയായിരുന്നു ഈശ്വര. സോ ഇതാണ് നമ്മുടെ Canon EOS M50. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമുക്ക് ഫ്ലിപ്പ് ഔട്ട് സ്ക്രീനുണ്ട്, അതായത് ഷൂട്ട് ചെയ്യുമ്പം എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ വലിയ അഡ്വാൻറ്റേജ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം. എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്, ഒരു ക്യാമറ വാങ്ങുക. സോ ദൈവം സഹായിച്ച് നമുക്കൊരു ക്യാമറ വാങ്ങാൻ പറ്റി. സോ ദൈവത്തിനും വളരെ നന്ദി പറയുന്നു. ആൻഡ് ഇതൊക്കെയാണ് ഇനീഷ്യൽ ഇംപ്രഷൻസ് പറയുകയാണെങ്കിൽ. വളരെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലാഷ്. ഇത് മാനുവലാണ്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങില്ല, നമ്മൾ മാനുവലാണ്. അതൊക്കെ ഞാൻ റിവ്യൂ കണ്ടതാണ് നേരത്തെ, ഇപ്പം പഠിച്ച് വെച്ചതാണ്. സോ അതൊക്കെ എനിക്കറിയാം ഏകദേശം. അതൊക്കെയാണ് കാര്യങ്ങൾ. അടിയിലാണ് ബാറ്ററി ഇടുന്ന സ്ഥലം. ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ കാണുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ഇനീഷ്യൽ ഇംപ്രഷൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പം സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഫുൾ റിവ്യൂ. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അത് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി നിങ്ങൾ താഴെ കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. ഞങ്ങളുടെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായും